ആലപ്പുഴയിൽ 100ഓളം ജെസിബികൾ നിരത്തിലിറക്കി ജെസിബി ഉടമകളുടെ പ്രതിഷേധം. ഇന്ധനത്തിന്റെയും സ്പെയർ പാർട്സ് ഉടമയുടെയും വില വർധനയിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ലെന്ന് ജെസിബി ഉടമകൾ പറഞ്ഞു. മണിക്കൂറിന് 1200 എന്ന കൂലി ഇനി മുതൽ 1500 രൂപയാക്കി ഉയർത്താനാണ് തീരുമാനം. കൊമ്മാടിപ്പാറ തൊട്ട് ആലപ്പുഴ ബീച്ച് വരെയായിരുന്നു ജെസിബികളും ഹിറ്റാച്ചികളും ടിപ്പറുകളും അടക്കം 100ഓളം വരുന്ന വാഹനങ്ങൾ ഇറക്കി പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത്. കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ മേഖലയുടെ നേതൃത്വത്തിലായിരുന്നു വാഹന പ്രതിഷേധ ജാഥ. വർദ്ധിച്ചു വരുന്ന ഇന്ധനവിലയും സ്പെയർ പാർട്സുകളുടെ വിലവർധനവും ജെസിബി, ഹിറ്റാച്ചി തുടങ്ങിയ വാഹനങ്ങളെ ഉപജീവനമായി ആശ്രയിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അനിയന്ത്രിതമായിട്ടുള്ള ഡീസൽ വിലക്കയറ്റവും സ്പെയർ പാർട്സുകളുടെ വിലക്കയറ്റവും അതേപോലെ തന്നെ സർവീസ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നതും ഇതെല്ലാം ഈ മേഖലയെ അടിമുടി തകർക്കുന്ന തരത്തിലാണ് പോകുന്നത്. നിലവിൽ ഉള്ള റേറ്റിൽ നിന്നും 200 രൂപ കൂട്ടുക, അതായത് 1500 മണിക്കൂർ വാടക ഉയർത്തുക എന്നുള്ള ആവശ്യമാണ്. ആ വാടക ഉയർത്തിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കണ്ടീഷനാണ്. ഏകദേശം 50 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ വിലയുള്ള വണ്ടികളാണ് ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സിൽ ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇതിന് എല്ലാ വണ്ടികളും ബാങ്ക് ലോണാണ്. മണിക്കൂറിന് 1200 1300 ആണ് ജെസിബി പോലുള്ള വാഹനങ്ങൾക്കുള്ള കൂലി. വിലവർധനവിന്റെ സാഹചര്യത്തിൽ ഇത് 1500 ഉയർത്തണമെന്ന് ആലപ്പുഴ ജെസിബി ഉടമകൾ അറിയിച്ചു. ഇതിനു മുമ്പ് 2018 നിരക്കുകൾ കൂട്ടിയത്. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറം പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോഴാണ് വീണ്ടും നിരക്ക് വർധനവിനെ കുറിച്ച് ചിന്തിച്ചതെന്ന് ജെസിബി ഉടമകൾ പറഞ്ഞു. പോലീസ് അനുമതിയോടെയായിരുന്നു ജെസിബിയുമായുള്ള പ്രതിഷേധ ജാഥ. നിർമ്മാണ മേഖലയിൽ ഒഴിച്ചു നിർത്താനാകാത്ത ജെസിബിയുടെ യന്ത്രക്കൈകൾ, ഈ യന്ത്രക്കൈകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ മനുഷ്യരാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. വിലക്കയറ്റം ഇവരുടെ ജീവിതത്തിൽ മണ്ണ് വാരിയിടുകയാണ്. തോറ്റുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ആലപ്പുഴയിൽ നടന്നത്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിലക്കയറ്റത്തിന് പരിഹാരം വേണമെന്നാണ് പ്രതിഷേധക്കാർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.